എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. വീണ്ടും നമ്മൾ വാളക്കാട് ആദംസ് ഓട്ടോമൊബൈൽസ് എത്തിയിരിക്കുകയാണ്. ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യുന്നത് ബാക്സിയുടെ കാർഗോ മോഡലാണ്. ഇതാണ് ബാക്സിയുടെ സൂപ്പർ കിങ് കാർഗോ മോഡൽ. ഇതിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ. ഇതാണ് ബാക്സിയുടെ കാർഗോ മോഡൽ. ഇത് നമുക്ക് സുപരിചിതമായ ആപ്പയുടെ മോഡൽ പോലൊക്കെ സെയിം തന്നെയാണ്. നമ്മളിതിപ്പോൾ ഫ്രണ്ടിൽ നിന്ന് പറഞ്ഞു തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം വിസിബിളായിട്ടുള്ള ഗ്ലാസ്സാണ് കൊടുത്തിരിക്കുന്നത്. ഫ്രണ്ട് ഗ്ലാസ് അത്യാവശ്യം നല്ല വിസിബിലിറ്റി ഉണ്ട്. പിന്നീട് ഇവിടെ ഇതൊരു ബീഡിംഗ് ആണ്. അത്യാവശ്യം ലൈറ്റ് നീല ഷെയ്ഡിലുള്ള ഒരു ബീഡിംഗ് കൊടുത്തിട്ടുണ്ട്. ഇത് രാത്രിയിലുള്ള യാത്രയ്ക്ക്, രാത്രിയിൽ നമ്മുടെ വാഹനവുമായിട്ട് പോകുമ്പോൾ ഉള്ള വാഹനങ്ങൾക്ക് നമ്മുടെ വണ്ടി കാണുന്നതിന് കുറച്ചുകൂടെ ഉപകാരപ്രദമായ രീതിയിൽ അത്യാവശ്യം നീല ഷെയ്ഡുള്ള ഒരു ബീഡിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. ഈ നടുഭാഗത്തായിട്ട് കമ്പനിയുടെ പേര് കൊടുത്തിട്ടുണ്ട്. ബാക്സി എന്നുള്ള പേര് ഇവിടെ സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട്. ഇത് ഫ്രണ്ട് മഡ് ഗാർഡാണ്. ഇത് പ്ലാസ്റ്റിക്കാണ്. അത്യാവശ്യം നല്ല കനത്തിൽ തന്നെയാണ് ഇത് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല തിക്നെസ് ഇതിനുണ്ട്. പിന്നെ ഇതിൻ്റെ ഫ്രണ്ട് ടയർ അത്യാവശ്യം വലിയ ടയർ തന്നെയാണ് ഫ്രണ്ട് ടയർ വന്നിരിക്കുന്നത്. ഫ്രണ്ട് ഹെഡ്ലൈറ്റ്, അത് രണ്ട് സൈഡിലും ഹെഡ്ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇൻഡിക്കേറ്ററിൻ്റെ പോർഷൻ ഈ രണ്ട് സൈഡിലുമുണ്ട്. പിന്നെ ഇത് പ്ലാസ്റ്റിക്കാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള പ്ലാസ്റ്റിക്കാണ് ഇതും കൊടുത്തിരിക്കുന്നത്. രണ്ട് സൈഡിലും റിയർ വ്യൂ മിറർ കൊടുത്തിട്ടുണ്ട്. ഡോറിൻ്റെ ഭാഗത്ത് ബാക്സിയുടെ സ്റ്റിക്കറുണ്ട്. പിന്നെ അല്ലാത്ത നല്ല മനോഹരമായ ഒരു സ്റ്റിക്കറിങ് ഇവിടെയും ചെയ്തിട്ടുണ്ട്. ഇത് രണ്ട് സൈഡിലുമുണ്ട്. നമുക്കപ്പോൾ ഇനിയും ഡോർ തുറന്നൊന്ന് അകത്തേക്ക് കയറാം. മനോഹരമായ രീതിയിൽ ഫ്രണ്ട് സ്പീഡോമീറ്റർ ഉണ്ട്. പിന്നെ നമുക്ക് ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹസാർഡ് സ്വിച്ച്, ഇത് വൈപ്പറിൻ്റെ സ്വിച്ചാണ്, ഇത് ഹെഡ്ലൈറ്റിൻ്റെ സ്വിച്ചാണ്. ഇവിടെ നമുക്ക് മൊബൈൽ വെക്കുന്നതിന് വേണ്ടി ഒരു ഹോൾഡർ ഉണ്ട്. പിന്നെ നമ്മൾ ഹാൻഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹോണ്, രണ്ട് ഇൻഡിക്കേറ്റർ, രണ്ട് സൈഡിൽ ഇൻഡിക്കേറ്റർ ഇടുന്നതിന് വേണ്ടിയുള്ള സ്വിച്ച്, ഇത് സ്റ്റാർട്ട് ചെയ്യുന്നതിനുള്ള സ്വിച്ച്, ഇത് ഡിമ്മും ബ്രൈറ്റ് ഇടുന്നതിനുള്ള സ്വിച്ച്, ഇതെല്ലാം ഹാൻഡിൽ നമുക്ക് ഉണ്ട്. ഈ ഭാഗത്ത് വരുമ്പോൾ ഇത് ഒരു ഡിസ്പ്ലേ യൂണിറ്റ് ആണ്. ഇത് ഡിസ്പ്ലേ യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് OBD2-വിൻ്റെ ഡിസ്പ്ലേ സിസ്റ്റമാണ് ഇവിടെ ഉള്ളത്. ഇത് നമ്മൾ പുറകിൽ എഞ്ചിൻ്റെ ഭാഗത്തേക്ക് വെള്ളം ഒഴിക്കേണ്ടി വരും. അങ്ങനെ വെള്ളം ഒഴിക്കുമ്പോൾ അതിൻ്റെ എത്രത്തോളം വെള്ളമുണ്ട്, നമുക്ക് ഈ വാഹനം എത്രത്തോളം ഓടാൻ പറ്റും എന്ന രീതിയിലുള്ള ഡിസ്പ്ലേയും കാര്യങ്ങളും എല്ലാം ഇവിടെയാണ് വരുന്നത്. നമുക്ക് എവിടെയാണ് വെള്ളം ഒഴിക്കേണ്ടതെന്നുള്ളത് നമുക്ക് പുറകിൽ എഞ്ചിൻ റൂമിൻ്റെ അവിടെ പോകുമ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇതാണ് OBD2-വിൻ്റെ ഡിസ്പ്ലേ യൂണിറ്റ്. ഇത് പിന്നെ ഓട്ടോറിക്ഷ ഓടിക്കുന്ന എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇത് സ്റ്റോപ്പ്, DC, RC ഇതെല്ലാം സെയിം നമ്മുടെ ആപ്പയുടെ വാഹനങ്ങൾ കൊണ്ട് സെയിം തന്നെയാണ്. ഇതെല്ലാം നിങ്ങൾക്ക് സുപരിചിതവുമാണ്. ഇതിൻ്റെ സ്റ്റെപ്പിന് പ്ലേസ് ചെയ്തിരിക്കുന്നത് ഡ്രൈവർ ഇരിക്കുന്നതിൻ്റെ അടിവശത്താണ്. ഈ ഭാഗത്താണ് സ്റ്റെപ്പിന് പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ടൊരു വാട്ടർ ബോട്ടിൽ വെക്കുന്നതിനൊരു ഹോൾഡർ ഉണ്ട്. നമ്മളിതിൻ്റെ കാർഗോയുടെ സൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കാർഗോ ബോഡിയുടെ സൈസ് വരുന്നത് ഇത് 6.5 ഫീറ്റ്. ഇതിൻ്റെ നീളം വരികയാണെന്നുണ്ടെങ്കിൽ 6.5 അടിയാണ് വരുന്നത്. ഇതിൻ്റെ വീതി വരികയാണെന്നുണ്ടെങ്കിൽ, വീതിയും അത്യാവശ്യം കൂടുതലാണ്, ഇതിൻ്റെ വീതി വരുന്നത് 4.75 ആണ്. ഞാനിത് തുറന്ന് കാണിച്ചു തരാം. ഇതിൻ്റെ കാർഗോ ബോഡിയുടെ സൈസ് വരുന്നത് 6.5 ആണ്. ഇതിൻ്റെ നീളം വരുന്നത്, ഇതിൻ്റെ വീതി വരുന്നത് 4.75 ആണ്. അത്യാവശ്യം നമുക്ക് ലോഡ് കൊണ്ടുപോകുന്നതിന് അത്യാവശ്യം നല്ല സ്പേസും കാര്യങ്ങളും എല്ലാം ഇതിനകത്തുണ്ട്. ഇനി ഇതിൻ്റെ എൻജിൻ റൂം ഇവിടെയാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഞാൻ ഫ്രണ്ടിൽ കാണിച്ച ഡിസ്പ്ലേ യൂണിറ്റ്, OBD2-വിൻ്റെ ഡിസ്പ്ലേ യൂണിറ്റ്, അതിനകത്ത് വെള്ളം ഒഴിക്കുന്നത് ഈ ഭാഗത്തായിട്ടാണ്. ഇതിനകത്താണ് നമ്മൾ വെള്ളം ഒഴിക്കുന്നത്. നമുക്ക് സാധാ പച്ചവെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഇതാണ് ഇതിൻ്റെ എൻജിൻ റൂം വരുന്നത്. ഇത് BS6 ആണ്. BS6-ൻ്റെ സ്റ്റിക്കർ അവരിവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇൻഡിക്കേറ്റർ, ബ്രേക്ക് ലൈറ്റ് കാര്യങ്ങളെല്ലാം രണ്ട് സൈഡിലുമുണ്ട്. പിന്നെ ഇതിൻ്റെ ബാക്കിലത്തെ ബമ്പർ, ഇത് അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഒരു ബമ്പർ തന്നെയാണ് ബാക്കിൽ കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല ബിൽഡ് ക്വാളിറ്റിയുള്ള ഒരു ബമ്പർ തന്നെയാണ് ബാക്ക് വശം കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ എൻജിൻ നമുക്ക് സുപരിചിതമായ ഗ്രീവ്സിൻ്റെ എൻജിനാണ്. ഗ്രീവ്സിൻ്റെ 435 cc എൻജിനാണ് ഇതിനകത്തുള്ളത്. ഇത് മാത്രമല്ല, രണ്ട് മോഡലോടുണ്ട്. ഇതിൻ്റെ 5.5 ഫീറ്റ് വരുന്ന മോഡലും ഇതിൻ്റെ
5 ഫീറ്റ് വരുന്ന മോഡലും അവൈലബിൾ ആണ്. നിങ്ങളുടെ പർപ്പസ് അനുസരിച്ച്, അല്ലെങ്കിൽ ബിസിനസ് ആണെങ്കിൽ ബിസിനസ്സിൻ്റെ പർപ്പസ് അനുസരിച്ച്, അതായത് 6.5 ഉണ്ട്, 5.5 ഉണ്ട്, 5 ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ ബിസിനസ്സിൻ്റെ പർപ്പസ് അനുസരിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള മോഡൽ സെലക്ട് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ മാക്സിമം ടോർക്ക് വരുന്നത് 19 ന്യൂട്ടൺ മീറ്റർ ആണ്. ഇത് യെല്ലോ കളറാണ് വരുന്നത്. ബാക്സിയുടെ സൂപ്പർ കിങ് ഡീസൽ മോഡലാണ്. ഡീസൽ മോഡലിൽ തന്നെ റെഡ് കളറും ബ്ലൂ കളറും അവൈലബിൾ ആണ്. ഇത് കൂടാതെ കാർഗോ മോഡൽ CNGയിലും അവൈലബിൾ ആണ്. നിങ്ങൾക്ക് കാർഗോ CNG വേണമെന്നുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് വന്ന് എടുക്കാവുന്നതാണ്. ഈ ബാക്സി സൂപ്പർ കിങ് മോഡലിൻ്റെ സ്റ്റാൻഡേർഡ് വാറൻറ്റി വരുന്നത് 3 വർഷം, അതല്ല എന്നുണ്ടെങ്കിൽ 1,00,000 കിലോമീറ്റർ ആണ്. ഇതിന് ഫിനാൻസ് അത്യാവശ്യമുള്ള എല്ലാവിധ ഫിനാൻസ് കമ്പനികളുടെയും സപ്പോർട്ട് കിട്ടുന്നുണ്ട്. അതുകൂടാതെ മുദ്രാ ലോണാണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മുദ്രാ ലോൺ സൗകര്യവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. കസ്റ്റമറുടെ ചോയ്സ് അനുസരിച്ച് നിങ്ങളുടെ ഏത് രീതിയിലുള്ള ലോണാണ് വേണ്ടതെന്ന് വെച്ചാൽ അതിനുള്ള എല്ലാ സൗകര്യവും നമ്മൾ ഷോറൂമിൽ ഒരുക്കിയിട്ടുണ്ട്. നിങ്ങൾ വന്ന് ഡോക്യുമെൻറ്റ് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കസ്റ്റമറുടെ പ്രൊഫൈൽ അനുസരിച്ച് നമുക്ക് ഏത് ബാങ്കാണോ, ബാങ്ക് ആണെങ്കിൽ ബാങ്ക്, അതല്ല ഫിനാൻസ് കമ്പനി ആണെങ്കിൽ ഫിനാൻസ് കമ്പനി ചോയ്സ് ചെയ്ത് നമുക്ക് വാഹനം സ്വന്തമാക്കാവുന്നതാണ്. 6.5 ഫീറ്റ് നീളവും 4.75 വീതിയുമുള്ള സൂപ്പർ കിങ് കാർഗോ മോഡലിൻ്റെ പ്രൈസ് വളരെ അത്ഭുതപ്പെടുത്തുന്ന പ്രൈസ് തന്നെയാണ്. ഇതിൻ്റെ ഓൺ ദ റോഡ് പ്രൈസ് വരുന്നത് 2,95,000 രൂപയാണ്. ഇതിൻ്റെ സ്റ്റാൻഡേർഡ് വാറൻറ്റി വരുന്നത് 3 വർഷം, അതല്ലെങ്കിൽ 1,00,000 കിലോമീറ്റർ ആണ്. അത്യാവശ്യം നല്ല രീതിയിലുള്ള വാറൻറ്റിയും കമ്പനി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആഫ്റ്റർ സെയിൽസ് ഒരു ബുദ്ധിമുട്ടും കാണത്തില്ല. സർവീസും സ്പെയറും എല്ലാം ഇവിടെ തന്നെ അവൈലബിൾ ആണ്. അങ്ങനെ എല്ലാവിധ സൗകര്യത്തോടും കൂടി തന്നെയാണ് കമ്പനി ഇവിടെ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. പുതിയൊരു വീഡിയോയുമായി ഞങ്ങൾ ഉടനെ വരുന്നതാണ്. അതുവരെ നിങ്ങൾക്ക് ഏവർക്കും ബൈ.